നമസ്തേ, സ്വാഗതം. ബി2 ഓർഗാനിക്സിൻ്റെ 101ാമത് എപ്പിസോഡിലേക്ക്. നമ്മുടെ നാല് പുറം കാണുന്ന നമ്മൾ നിസ്സാരക്കാരാണ്, വലിയ ഗുണമൊന്നുമില്ല എന്ന് കരുതുന്ന ചെടികളുടെ അപൂർവങ്ങളായ ഔഷധ ഗുണങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഉപയോഗിക്കേണ്ട രീതി അറിഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷെ നമുക്ക് തന്നെ അത്ഭുതമായേക്കാം. അപ്പം അത്തരത്തിലുള്ള അറിവുകൾ ഇനി വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളത് വലിയ മഹത്തായിട്ടൊരു കാര്യമാണ്. കാരണം ഏതിലും എന്തിലും കെമിക്കൽസ് മാത്രമുള്ള ഈ ലോകത്ത് നമ്മുടെ തിരിച്ച് ഓർഗാനിക് ആയിട്ടുള്ളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് അനുകൂലമായിട്ടാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കർത്തവ്യമായിട്ടാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് മുന്നിലേക്ക് പോണച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അത്യാവശ്യമാണ്. പ്ലീസ് ഡു വാച്ച്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബി2 ഓർഗാനിക്സ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് മുറിയൂട്ടി, മുറികൂട്ടി, മുറിവൂട്ടി, മുറിയൂട്ടി പച്ച, മുറിയം പച്ച, വ്രണാരോപിണി തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന ശീതവീര്യമുള്ള ഇല ഔഷധ ഗുണമുള്ള അതായത് കൂടുതലായിട്ട് ഇല ഔഷധ ഗുണമുള്ളതും എന്നാൽ വലിയ മുറിവൊക്കെ അണച്ചാൽ അത് സമൂലം എന്നുള്ള രീതിയിൽ ഇല ചതച്ച് കെട്ടി നമ്മുടെ തുണി കൊണ്ട് കെട്ടിവെച്ചിട്ട് ഉപയോഗിക്കുന്നതുമായ അപൂർവ ഔഷധ ഗുണമുള്ള ചെടി. പല ഓയിൻമെൻറ്റ്സും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ചെറിയ അല്ലെങ്കിൽ അത്യാവശ്യം തുന്നലൊന്നും വേണ്ടാത്ത മുറിവാണെച്ചാൽ നമുക്ക് ഈ മുറിവൊട്ടുകൊണ്ട് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഇലകൾ കയ്യിൽ വെച്ചിട്ട് തിരുമ്മി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മുറിയിൽ പെരട്ടിയാൽ തന്നെ മുറി ഉണങ്ങും, ചൊറിയും ഒക്കെ മാറും കേട്ടോ. ചിരങ്ങ്, അതേപോലെ രക്തസ്രാവം പെട്ടെന്ന് നിൽക്കാനായിട്ട് അതിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ശരീരത്തിലെ വീക്കങ്ങൾ, അൾസർ, ചർമ്മരോഗങ്ങൾ ഒക്കെ ചികിത്സിക്കാൻ പറ്റും. പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പറ്റും. ഇതിന് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഡയബറ്റിക് യൂസസ് ഉണ്ട്. അതേപോലെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അഥവാ എന്തെങ്കിലും വിഷാംശമുള്ള ബാഷ്പശീലമായിട്ടുള്ള സംയുക്തങ്ങളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ നല്ലതാണ്. മുത്തശ്ശി വൈദ്യത്തിലും അതായത് പാട്യവൈദ്യത്തിലും പാരമ്പര്യ വൈദ്യത്തിലൊക്കെ ധാരാളം കാണാവുന്നതാണ് കേട്ടോ. ഇത് പലതരത്തിലും മുറിയൊട്ടികളുണ്ട്. ഒരു മുറിയൊട്ടീനെയാണ് ഇപ്പം ഇതിൽ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ കാറ്റടിക്കുന്നത് പോലും നല്ലതാണെന്നാണ് പറയണത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ, നായ, പട്ടി, പൂച്ച, പശു ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി നല്ലതാണെന്നാണ് പറയണത്. ഏതെങ്കിലും പ്രാണി കടിച്ചു വെച്ചാലേ ലേശം അതെടുത്തിട്ട് ഒന്ന് തിരുമ്പിയിട്ട് അതിൻ്റെ നീര് തേച്ചാൽ മതി. ആഫ്റ്റർ ഷേവിങ് ലോഷന് പകരം നമുക്ക് ഈ മുറിയൊട്ടി ഉണങ്ങാം. വലിയ മുറിയൊട്ടിയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ചതച്ചിടണം കേട്ടോ. സൂര്യപ്രകാശം തീരെ വേണമെന്നില്ല. കുറുമ്പന്മാരുള്ള വീട്ടിലാണെന്ന് വെച്ചാൽ എന്തായാലും വേണേ.